ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ. നമ്മൾ ഇന്ന് എടുക്കുന്നത് 2024 കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചാണ്. ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം നിരന്തരമായി ഈ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എങ്കിൽ കൂടിയും നമുക്ക് രസകരമായിട്ടുള്ള ചില കോഡുകളിലൂടെ അല്ലെങ്കിൽ ചില കണക്ഷൻ ടേംസിലൂടെ നമുക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, 2024 കേന്ദ്ര മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണ്? ഓർമ്മയുണ്ടോ? അന്നത്തെ കാലത്ത് ഓർമ്മയുണ്ടായിരുന്നു അല്ലെ? അന്ന് പത്രത്തിലൊക്കെ ഡെയിലി വരാറുണ്ട്. ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇല്ല. 2024 ജൂൺ മാസം 9 എന്നാണ്. ജൂൺ മാസം 9, 2024 പഠിച്ചു വെക്കാം. ഈ മന്ത്രിസഭയിലെ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? പ്രധാനമന്ത്രി ഉണ്ട്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 30 ക്യാബിനറ്റ് മന്ത്രിമാർ. പഠിക്കോ? 30 ക്യാബിനറ്റ് മന്ത്രിമാർ പ്രധാനമന്ത്രിയെ കൂടാതെ കേട്ടോ. മൊത്തം 31ഓളം പേരുണ്ട്. അപ്പൊ പ്രധാനമന്ത്രിയും 30 ക്യാബിനറ്റ് മന്ത്രിമാരും കഴിഞ്ഞില്ല. ഇനി എന്തൊക്കെ മന്ത്രിമാരുണ്ട്? മന്ത്രിമാരെ 3ആയിട്ട് തരംതിരിക്കാം. ക്യാബിനറ്റ് മന്ത്രി, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി, പിന്നെ സഹമന്ത്രി എന്നുള്ള പേരിൽ തന്നെ. ഈ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് അല്ലെ? അതുപോലെ സഹമന്ത്രി എന്ത് വിളിക്കും? മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കും അല്ലെ? സോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് 30 പേരുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെ 31 പേരുണ്ട്. അത് കഴിഞ്ഞാൽ 5 പേര് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരാണ്. പിന്നെ സഹമന്ത്രിമാരായിട്ട് എത്ര പേരുണ്ട് ചോദിച്ചാൽ 36 പേരുണ്ട്. എത്ര പേരുണ്ട്? 36 പേരുണ്ട്. അങ്ങനെ ടോട്ടൽ എത്രയായി? 72 പേരുണ്ട്. ആകെ 72 പേരുണ്ട്. ഇതിലെല്ലാവരും ഒന്നും കാണാപ്പാടം പഠിക്കണ്ട കേട്ടോ. 72 പേരും പഠിക്കുക, അവരുടെ വകുപ്പുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പക്ഷെ PSC ചോദിക്കാൻ സാധ്യതയുള്ളത് ക്യാബിനറ്റ് മന്ത്രിമാരും പിന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരൊക്കെയാണ്. അതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാം. സോ ഇതിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ആരാണ്? അത് ജിതൻ റാം മാഞ്ചി ആണ്. ജിതൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ജിതൻ റാം ദാസ് കേട്ടിട്ടുണ്ടോ? ആരത്? നമ്മുടെ ലൂസിഫർ സിനിമയിലെ ടോവിനോ തോമസ് അല്ലെ? ലൂസിഫർ സിനിമയിലെ ടോവിനോ തോമസ് പ്രായം കൂടാൻ വേണ്ടിയിട്ട് നരയൊക്കെ അല്ലെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് PR വർക്കൊക്കെ ചെയ്ത് വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇലക്ഷനിൽ മത്സരിക്കാൻ മുമ്പ് പ്രായം കൂടുതൽ കാണണം, മെച്യൂരിറ്റി കാണിക്കണം എന്ന് പറഞ്ഞ PR ടീം നരയെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടാണ് ജിതൻ റാം ദാസ് വരുന്നത്. സോ പ്രായം കൂടിയ മന്ത്രി ജിതൻ റാം ദാസ് അല്ല, അത് മാഞ്ചിയാണ്. ജിതൻ റാം മാഞ്ചിയാണ് ഏറ്റവും പ്രായം കൂടിയ മന്ത്രി. എങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ആരാ? അത് ഒരു റാം തന്നെയാണ്. കെ രാം മോഹൻ നായിഡു. പ്രായം കൂടിയത് റാം ആണെങ്കിൽ പ്രായം കുറഞ്ഞതും റാം തന്നെ. അത് കെ രാം മോഹൻ നായിഡു ആണ്. പഠിച്ചു വെക്കുക. കെ രാം മോഹൻ നായിഡു ഏറ്റവും പ്രായം കുറഞ്ഞത്. ജിതൻ റാം മാഞ്ചി മറക്കില്ലല്ലോ. ദാസ് വരും എനിക്കറിയാം. പക്ഷെ ജിതൻ റാം മാഞ്ചി എന്ന് പഠിച്ചു വെക്കുക. ടോവിനോ തോമസിനെ ഓർക്കുക. ആരാണ്? ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയാണ്. ഇനി വനിതാ മന്ത്രിമാർ എത്ര പേരാ? 7 പേരുണ്ട്. ആ 7 പേരിൽ 2 പേര് ക്യാബിനറ്റ് മന്ത്രിമാരും ബാക്കി 5 പേര് സഹമന്ത്രിമാരുമാണ്. സഹമന്ത്രിമാർ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് പേര് പഠിച്ചു പോകാം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിനകത്ത് ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുത്തേക്കാം. ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ വനിതകളാണ് നിർമ്മലാ സീതാരാമനെയും അതുപോലെ തന്നെ അന്നപൂർണ ദേവിയും അതുപോലെ മറ്റൊരു പേരും കൂടി തരുന്നു. അപ്പൊ ഈ 2 പേരെ നമുക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിമാരാണ്, അറിയാം. പക്ഷെ മൂന്നാമതൊരു പേര് വരുമ്പോ അത് സഹമന്ത്രിയായിട്ടുണ്ടെങ്കിലോ, അത് കാരണം കൊണ്ട് ആ പേര് കൂടി നമുക്ക് എന്ത് ചെയ്യാം? വായിച്ചു നോക്കി പോകുന്നത് നല്ലതാണ്. സോ ഒരാൾ നിർമ്മലാ സീതാരാമൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിർമ്മലാ സീതാരാമന്റെ വകുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ധനകാര്യ വകുപ്പാണ്. അതിനോടൊപ്പം തന്നെ കോർപ്പറേറ്റ് വകുപ്പും ഉണ്ട്, കോർപ്പറേറ്റ് കാര്യ വകുപ്പും ഉണ്ട്. ഓക്കെ, കോർപ്പറേറ്റ് കാര്യ വകുപ്പും ധനകാര്യ വകുപ്പും ആരാണ്? നിർമ്മലാ സീതാരാമനാണ്. അറിയുന്ന പോയിന്റ് ആയിരിക്കും. അന്നപൂർണ ദേവി ഒരു വനിതയാണ് അല്ലെ? വനിതയാണ്, നിങ്ങൾക്ക് എന്തായാലും അറിയാം. സോ മാത്രമല്ല അന്നം തരുന്നു. അന്നം ആർക്ക്? ശിശുവിനെ അന്നം കൊടുക്കുന്നത് ആരാ? വനിതയാണ് എന്നുള്ള രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. നിങ്ങളത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കാൻ നിൽക്കല്ലേ. ഇപ്പൊ തൽക്കാലം എന്ന് മാത്രം പഠിക്കുക. നമുക്ക് പഠിക്കാൻ വേണ്ടി തലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻസ് പഠിച്ചു വെക്കുക. വനിതാ ശിശു വികസനം അന്നപൂർണ ദേവി എന്താണ്? വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ്. പഠിച്ചു വെക്കുക. 2 പേരെ പഠിച്ചു. അപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ 31ഓളം ക്യാബിനറ്റ് മന്ത്രിമാരിലെ 2 പേരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വകുപ്പുകൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അടുത്ത 5 പേര് എന്തുണ്ട്? സഹമന്ത്രിമാരായിട്ടുള്ള വനിതകളുണ്ട്. പേര് മാത്രം നോക്കി പോവാം. ആരൊക്കെയാണത്? അനുപ്രിയ പട്ടേൽ. കുറെ മലയാളികളെ പോലെ തോന്നുന്നു. അനുപ്രിയ മലയാളിയാണ് അല്ലെ? തോന്നും.
രക്ഷാഖണ്ഡേ, രക്ഷാബന്ധൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ രക്ഷാഖണ്ഡേ. സാവിത്രി മലയാളിയായിട്ട് തോന്നുമല്ല, സാവിത്രി ഠാക്കൂർ ആണ്. ശോഭേ എന്ന് ശ്രീനിവാസൻ വിളിക്കും അല്ലെ. ശോഭ കരന്താജെ ആണ്. ഇത് ശോഭ ശ്രീനിവാസൻ വിളിക്കുന്ന ശോഭയല്ല, ഇത് ശോഭ കരന്താജെ ആണ്. പിന്നെയുള്ള പേരാണ് ഏറ്റവും ട്വിസ്റ്റ്, നമ്മുടെ മലയാളികളായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താണ്? നിമുബെൻ ബംബനിയ. വേണമെങ്കിൽ അന്നബെൻ എന്നൊക്കെ പഠിച്ചു വെക്കാം അല്ലെ. നിമുബെൻ ബംബനിയ. നല്ല പേരാ അല്ലെ, നല്ല പേരാണ്. നിമുബെൻ ബംബനിയ. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ പേരാണ്. ബംബനിയ മോളെ എന്നൊക്കെ വിളിക്കാം അല്ലെ. സോ മന്ത്രിയാണ്, പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. അപ്പൊ അനുപ്രിയ പട്ടേൽ, രക്ഷാഖണ്ഡേ, സാവിത്രി ഠാക്കൂർ, ശോഭ കരന്താജെ, നിമുബെൻ ബംബനിയ അല്ലെ. അത്രയും പേരാണ് നമ്മുടെ 5 വനിതാ സഹമന്ത്രിമാർ, 2 ക്യാബിനറ്റ് മന്ത്രിമാർ. ആരൊക്കെയാ ഓർമ്മയുണ്ടോ? മറക്കില്ല, നിർമ്മല സീതാരാമനും അന്നപൂർണ ദേവിയാണ്. വകുപ്പുകൾ ഓർമ്മയുണ്ടോ? അതാ നിർമ്മല സീതാരാമന്റെ വകുപ്പ് ഏതാ? ധനകാര്യവും കോർപ്പറേറ്റ് അഫയേഴ്സും ആണ്. അതുപോലെ തന്നെ അന്നപൂർണ ദേവിയുടെയോ? ദേവി അന്നം അല്ലെ, ശിശു വികസനം അല്ലെ, വനിതാ ശിശു വികസനം അല്ലെ. ഏറ്റവും പ്രായം കൂടിയതാരാ? ജിതൻ റാം ദാസ് അല്ലെ, ജിതൻ റാം മാഞ്ചയാണ്. അതുപോലെ 2024 ലോക്സഭയിലെ വനിതാ MP മാരുടെ എണ്ണം 74 മന്ത്രിമാര് 7 ആണെങ്കിൽ 7ന്റെ കൂടെ ഒരു 4 കൂടി കൂട്ടിച്ചേർക്കാം. 74 പേർ വനിതാ MP മാർ ലോക്സഭയിൽ ഉണ്ടായിരുന്നു എന്ന് പഠിച്ചു വെക്കാം. അടുത്തതായിട്ട് നമ്മുടെ മന്ത്രിമാരിലേക്ക് കിടക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിജിയാണ് ആദ്യത്തെ അല്ലെ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ക്യാബിനറ്റ് പദവികൾ കൂടി, കുറച്ച് വകുപ്പുകൾ കൂടിയുണ്ട്. ഏതൊക്കെയാ? പഠിക്കാൻ ഭയങ്കര എളുപ്പമുള്ള ചില വകുപ്പുകളുണ്ട്. ഏതാണെന്നറിയോ? അറ്റോമിക എനർജി വകുപ്പ്. അതോടൊപ്പം തന്നെ ബഹിരാകാശ വകുപ്പ്. നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്നതെല്ലാം ഒരേ അല്ലെ. അറ്റോമിക് എനർജിയും ബഹിരാകാശ വകുപ്പിനെ കുറിച്ചല്ല PSC GK ഭാഗത്തൊക്കെ പഠിക്കുമ്പോൾ ഏകദേശം അടുത്തടുത്തായിട്ട് പഠിക്കാറുണ്ട് അല്ലെ. സോ അറ്റോമിക് എനർജി വകുപ്പും ബഹിരാകാശ വകുപ്പും ആരുടെയാണ്? അത് നരേന്ദ്രമോദിയുടെയാണ്. പേഴ്സണൽ പൊതുപരാതി പരിഹാരം പെൻഷൻ വകുപ്പ്. വകുപ്പ് എന്ന് പഠിച്ചു വയ്ക്കുക. എന്നാണ്? പേഴ്സണൽ പൊതുപരാതി പരിഹാരം പെൻഷൻ വകുപ്പ്. എല്ലാത്തിലും പായുണ്ട് അല്ലെ. എന്താണ്? പേഴ്സണൽ പൊതുപരാതി പരിഹാരം പെൻഷൻ വകുപ്പ് നരേന്ദ്രമോദി പഠിച്ചു വെക്കുക. എല്ലാ സുപ്രധാന നയപ്രശ്നങ്ങൾ, നയപരമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള എല്ലാ നയപ്രശ്നങ്ങളുടെ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അത് നരേന്ദ്രമോദിയാണ്. അതുപോലെ മറ്റു മന്ത്രിമാർക്ക് കൊടുക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് ആര് കൈകാര്യം ചെയ്യും? അത് നരേന്ദ്രമോദി കൈകാര്യം ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ വകുപ്പുകൾ ഏതാ? അറ്റോമിക് എനർജിയും ബഹിരാകാശവുമാണ്. അത് രണ്ടും വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. മറ്റു ക്യാബിനറ്റ് മന്ത്രിമാരാണ് അമിത്ഷാ. നിങ്ങൾക്കറിയാം ആരാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. കഴിഞ്ഞ ക്യാബിനറ്റിലുള്ളതുപോലെ തന്നെ ഇപ്രാവശ്യവും നമ്മുടെ അമിത്ഷാ ഏതാണ് വകുപ്പ്? ആഭ്യന്തരമുണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പഠിക്കുക സഹകരണ വകുപ്പുണ്ട്. ആഭ്യന്തരവും സഹകരണവും. അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി ആരാ? ഇവരൊക്കെ സഹകരിച്ച് കൊണ്ടു നടത്തേണ്ട ആളാണ് അല്ലെ. സോ സഹകരണ വകുപ്പും അതുപോലെ ആഭ്യന്തര വകുപ്പും ആരാണ്? അമിത്ഷായാണ്. രാജ്നാഥ് സിംഗ്, നിങ്ങൾക്കറിയാം പ്രതിരോധ വകുപ്പ് മന്ത്രി. രാജ്നാഥ് സിംഗ് എന്ന് കേൾക്കുമ്പോഴേ പ്രതിരോധമാണ് ഓർമ്മ വരിക അല്ലെ. സോ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്, മാറ്റമില്ല. നിർമ്മല സീതാരാമൻ പഠിച്ചു. ഏതൊക്കെയാ? ധനകാര്യവും പിന്നെ ഒരെണ്ണം പഠിച്ചല്ലോ. ഏതാ? ഓർമ്മയുണ്ടോ? കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ലെ, കോർപ്പറേറ്റ് കാര്യ വകുപ്പ്. അടുത്ത ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ എന്ന് കേൾക്കുമ്പോ ചിലപ്പോ ഇതാരാണ് കേട്ടിട്ടില്ലല്ലോ എന്ന് ഓർത്തേക്കാം. പക്ഷേ ഇത് S ജയശങ്കർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും വിദേശകാര്യം അല്ലെ. S ജയശങ്കർ അഥവാ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ഏതാ വകുപ്പ്? അത് വിദേശകാര്യ വകുപ്പാണ്. അടുത്തതായിട്ട് നിതിൻ ഗഡ്കരി. ഓർമ്മയുണ്ടോ? നിതിൻ ഗഡ്കരി എപ്പോഴും ഗതാഗതവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ വാർത്താ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. സോ ഗതാഗത വകുപ്പ് മന്ത്രി, അതായത് റോഡ് ഗതാഗതവും ദേശീയ പാതയുമാണ്. എല്ലാ ഗതാഗതവും ഇല്ല. വ്യോമയാനം ഉണ്ടോ? ഇല്ല. തുറമുഖം ഉണ്ടോ? ഇല്ല. എന്താണുള്ളത്? റോഡ് ഗതാഗതവും പിന്നെ ദേശീയപാതയും. റോഡ് ഗതാഗതത്തിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് അല്ലെ ദേശീയപാത. ഇതെല്ലാം നമ്മുടെ നിതിൻ ഗഡ്കരിയാണ് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത് ജഗത് പ്രകാശ് നദ്ദ അല്ലെ. നമ്മുടെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം അല്ലെ. കുടുംബത്തിൽ എന്ത് വേണം? ആരോഗ്യം വേണം അല്ലെ. കുടുംബത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എന്തുണ്ടാവുള്ളൂ? ഒരു പ്രകാശം ഉണ്ടാവുള്ളൂ അല്ലെ. അങ്ങനെ പഠിച്ചു നോക്കൂ. കുടുംബക്ഷേമവും ആരോഗ്യവും അതോടൊപ്പം തന്നെ പ്രകാശം ഒന്നുമില്ല. ഇപ്പൊ എന്താ? ജഗത് പ്രകാശ് നദ്ദയായി. ഇദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് അല്ലാത്ത മറ്റൊരു വകുപ്പാണ് രാസവള വകുപ്പ്.
ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഇതായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള രീതിയിൽ പഠിക്കാതിരിക്കണ്ട. ഞാൻ കണക്ട് ചെയ്യാൻ എളുപ്പത്തിലെ കുടുംബക്ഷേമവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും എന്താണ് പ്രകാശം പരത്തണം. സോ പ്രകാശ് നദ്ദയാണ്. നദ്ദ ജഗത് പ്രകാശ് നദ്ദ രാസവളവും രാസപദാർത്ഥങ്ങളുടെ വകുപ്പും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ഓർത്തു വെക്കാം. അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ. ചൗഹാൻ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മോട്ടിവേഷൻ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോ അതിനകത്ത് ചൗഹാൻ എന്ന് പറയുന്ന ആരാ, അതിലെ ആ കളക്ടറായി മാറുന്ന അദ്ദേഹത്തിന്റെ അച്ഛനാണ് അല്ലെ. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ് അല്ലെ, അവിടുത്തെ ഭൂമി കൃഷിയും മറ്റും ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ചൗഹാൻ എന്ന് കേൾക്കുമ്പോൾ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് പഠിച്ചു വെക്കാം. കൃഷി കർഷകക്ഷേമ വകുപ്പ്, ഈ കൃഷി നടക്കുന്ന എവിടെയാ? ഗ്രാമപ്രദേശങ്ങളിലാണ്. സോ ഗ്രാമവികസനം. കൃഷി കർഷക ക്ഷേമ വകുപ്പ്, ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാനാണ്. അടുത്ത മനോഹർലാൽ ഖട്ടർ അല്ലെ. വീട്, ഭവനം, നഗരകാര്യ വകുപ്പ്, വൈദ്യുതി. നോക്കോ, ഈ ഭവനം എവിടെ ഉണ്ടാവുക? കൂടുതലും വീടുകൾ എവിടെ ഉണ്ടാവുക? ഗ്രാമപ്രദേശങ്ങളിലാണോ? അതിനേക്കാൾ കൂടുതൽ വീടുകൾ എവിടെ ഉണ്ടാവുക? നഗരപ്രദേശങ്ങളിലാണ് അല്ലെ. സോ നഗരപ്രദേശങ്ങളിലാണ് കൂടുതൽ വീടുകൾ ഉണ്ടാവുക എന്ന് ആലോചിച്ച് വെക്കുക. അവിടെ വൈദ്യുതി വളരെ അത്യാവശ്യമായിരിക്കുമെന്ന് പഠിച്ചു വെക്കുക. നഗരപ്രദേശങ്ങളിൽ തിരക്ക് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ലാലോ ഏതാണ് സിനിമ, മറ്റേ അന്യൻ സിനിമ കണ്ടിട്ടില്ലേ നിങ്ങള്? അന്യൻ സിനിമയ്ക്കകത്ത് ആ ഒരു പെൺകുട്ടി പ്രച്ഛന്നവേഷമൊക്കെ കഴിഞ്ഞിട്ടല്ലേ, ഫാൻസി ഡ്രസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഗട്ടറിൽ വീണ് വെള്ളത്തിലേക്ക് വീഴും അല്ലെ. സോ ആ ഗട്ടറിൽ വീണ് വെള്ളത്തിലേക്ക് വീഴുമ്പോ എന്തുണ്ടാവുന്നു? അവിടെ വൈദ്യുതി കമ്പി അവിടെ വെള്ളത്തിൽ വീണിട്ടുള്ളതുകൊണ്ട് അതിൽ വീണ് ഷോക്ക് അടിക്കുന്നുണ്ട് അല്ലെ. സോ ഗട്ടർ എന്ന് പറയുമ്പോൾ അന്ന് കാലത്തെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സാധനമാണ് എന്താ? ആ ഷോക്ക് അടിച്ചേക്കാം, വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണ ഷോക്ക് അടിക്കാം അല്ലെ. സോ ഇലക്ട്രിസിറ്റി, വൈദ്യുതി. സോ ഗട്ടറിനെ വൈദ്യുതിയായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാമല്ലോ. സോ നമ്മുടെ ഗട്ടർ ആരാ? ഗട്ടർ നമ്മുടെ മന്ത്രി ആരാത്? മനോഹർലാൽ ഖട്ടർ എന്ന് പറയുമ്പോൾ വൈദ്യുതി ഓർമ്മ വരണം. വൈദ്യുതി എവിടേക്കുള്ളതാ? വീട്ടിലേക്കുള്ളതാ. ഭവനം ഓർമ്മ വരണം. ഭവനം കൂടുതൽ എവിടെയാണുള്ളത്? അത് നഗരപ്രദേശങ്ങളിലാണ്. സോ നഗരകാര്യം അല്ലെ. സോ ഭവനം, നഗരകാര്യ വകുപ്പ്, വൈദ്യുതി വകുപ്പ്, ഗട്ടറാണ് മനോഹർലാൽ ഖട്ടർ. പഠിച്ചു വെക്കുക. അടുത്തത് ഹെവി ഇൻഡസ്ട്രീസും സ്റ്റീലുമാണ് വകുപ്പ്. HD കുമാരസ്വാമി. HD ഹൈ ഡെഫിഷ്യൻസി ആണോ? അല്ല, HD കുമാരസ്വാമി. ഇവിടെ HD കുമാരസ്വാമി. H എന്നുള്ളത് ഹെവി ഇൻഡസ്ട്രീസ്. ഹെവി ഇൻഡസ്ട്രീസ്. കുമാരസ്വാമിയിലെ സ്റ്റീൽ എന്ന് പഠിച്ചു വെക്കുക. സ്വാസ്റ്റി എന്ന് പഠിച്ചു വെക്കുക. എന്താണ്? HD കുമാരസ്വാമിയാണ് ഹെവി ഇൻഡസ്ട്രീസും അതുപോലെ സ്റ്റീൽ എന്ന് പറയുന്ന വകുപ്പ് വരുന്നത്. പീയൂഷ് ഗോയൽ എന്താണ് വകുപ്പ്? അത് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. പീയൂഷ് ഗോയൽ ആണ് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി എന്ന് പഠിച്ചു വെക്കാം. കുറെ മന്ത്രിമാരെ വരുമ്പോ എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. കുറെയൊക്കെ കണക്ഷനിലൂടെ നമുക്ക് പഠിച്ചു വെക്കാം. ബാക്കിയുള്ളവർ എങ്ങനെ ഓർത്തിരിക്കും? നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു പരീക്ഷയാണെങ്കിലും ഏതൊരു ടോപ്പിക് ആണെങ്കിലും പ്രത്യേകിച്ച് ആൾക്കാരുടെ പേരുകൾ, വർഷങ്ങൾ, സ്ഥലപ്പേരുകൾ ഇതെല്ലാം കൂടുതലായിട്ട് വരുന്ന ഭാഗമാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെങ്ങനെ റിവൈസ് ചെയ്യാം? എഴുതി പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം, റിപ്പീറ്റ് ചെയ്യണം, വീണ്ടും എഴുതണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ക്ലാസ് വീണ്ടും കാണാം. ഓക്കെ, ഒരു ക്ലാസ് കണ്ടതിന് ശേഷം അത് വീണ്ടും കാണാം, റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, വീണ്ടും എഴുതി നോക്കുക. ഒരു 3-4 പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തും കേട്ടോ. പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ഓപ്ഷൻസിനകത്ത് 4 ഓപ്ഷൻ തരുമ്പോൾ 3 മന്ത്രിമാരെ അറിയാമെങ്കിൽ പോലും 4ാമത്തെ മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകരുത്. നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു പോവുക. നമ്മൾ കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് ഓപ്ഷനിൽ നിന്ന് സുഖമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ പീയൂഷ് ഗോയൽ പഠിക്കുക, വാണിജ്യം വ്യവസായ വകുപ്പ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം. സർവധനാൽ പ്രധാനം ഏതാ? വിദ്യ അല്ലെ. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയും. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയാണ് ഏറ്റവും പ്രധാനമുള്ളത് അല്ലെ. സോ പ്രധാൻ, ധർമ്മേന്ദ്ര പ്രധാൻ ഏതാ? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസം പ്രധാൻ ആണ് എന്ന് പഠിച്ചു വയ്ക്കാം. അതുപോലെ ജിതൻ റാം മാഞ്ചി. ആരാ? ജിതൻ റാം ദാസ്. വീണ്ടും വന്നു ടോവിനോ തോമസ്. ആരത്? ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെ. അപ്പൊ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിക്ക് നമുക്ക് എന്ത് വകുപ്പ് കൊടുക്കാം? വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പ് കൊടുക്കാം. അതാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ വകുപ്പ്. MSME അല്ലെ. MSME കേട്ടിട്ടില്ലേ? MSME എന്താണ്? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അല്ലെ. MSME
ME ആ വകുപ്പാണിത്. സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ വകുപ്പ്. ജിതൻ റാം മാഞ്ചി പഠിച്ചു വയ്ക്കുക. രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ്, ഏലിയാസ് സഗർ ഏലിയാസ് ചാക്കി. അതുപോലെ രാജീവ് രഞ്ജൻ സിംഗിന്റെ മറ്റൊരു പേരാണ് ലാലൻ സിംഗ്. രണ്ടുപേരെയാളാ, ഒരൊറ്റ ആളാ. രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലാലൻ സിംഗ് കേട്ടോ. അദ്ദേഹത്തിന്റെ വകുപ്പാണ് പഞ്ചായത്തി രാജ്, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീര കർഷക വകുപ്പ്. അല്ലെ, ഇതൊക്കെയാണ് പഞ്ചായത്ത് രാജ്, മത്സ്യബന്ധനം, മീനെ പിടിക്കണം, എന്തൊക്കെ പണികളാ അല്ലെ, മൃഗസംരക്ഷണം, മൃഗങ്ങളെ സംരക്ഷിക്കണം. ഇതുകൂടാതെ ക്ഷീര കർഷക വകുപ്പ്, പാല് ഉൽപാദനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ആര് ചെയ്യണം? രാജീവ് രഞ്ജൻ സിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ലാലൻ സിംഗ് കേട്ടോ. രാജീവ് രഞ്ജൻ സിംഗ് ഇതൊന്നും ചെയ്യേണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം, പക്ഷെ ഞാൻ വെറുതെ പറയുന്ന കേട്ടോ. രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലാലൻ സിംഗ്, ഇദ്ദേഹത്തിന്റെ വകുപ്പാണ് പഞ്ചായത്ത് രാജ്, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീര വകുപ്പ്. ക്ലിയർ അല്ലേ? അടുത്തത് സർബാനന്ദ സോനോവാൾ. സർബാനന്ദ, സർബത്ത് എന്നൊക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലെ, നല്ല ദാഹമുണ്ട്. സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലപാത. ജലം എല്ലാത്തിനും വെള്ളവുമായി ബന്ധമുണ്ട്. സർബത്തിന് വെള്ളവുമായി ബന്ധമുണ്ടല്ലോ അല്ലെ. വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാ? ജലപാത, ഷിപ്പിംഗ്, തുറമുഖം. വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഡ്രിങ്ക് ആയിരിക്കും സർബത്ത് അല്ലെ. സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലപാത പഠിച്ചു വെക്കാം. അടുത്ത വീരേന്ദ്രകുമാർ സാമൂഹ്യ നീതി ശാക്തീകരണം വകുപ്പ്. സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പാണ് ഏത്? വീരേന്ദ്രകുമാറിന്റെ വകുപ്പ്. അടുത്ത റാം മനോഹർ നായിഡു വ്യോമയാന വകുപ്പ്. വ്യോമയാന വകുപ്പ്. റാം, ഇതേത് റാമ? ഏറ്റവും പ്രായം കുറഞ്ഞ റാം അല്ലെ. റാം മോഹൻ നായിഡു ആണ് വ്യോമയാന വകുപ്പ്. വളരെ പ്രായം കുറഞ്ഞ മന്ത്രിമാരൊക്കെ ആകുമ്പോൾ എന്തുണ്ടാവും? എയറിൽ പോകാൻ സാധ്യതയുണ്ട്. സോ എയറിലാണ് അദ്ദേഹം എന്ന് ആലോചിച്ച് വെക്കുക. വ്യോമയാന വകുപ്പാണ്. വ്യോമയാന വകുപ്പ് റാം മോഹൻ നായിഡു ആണ്. അത് പ്രഹ്ലാദ് ജോഷി. പ്രഹ്ലാദ് ജോഷി. കുറെ വകുപ്പുകളുണ്ട്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യപൊതുവിതരണ വകുപ്പ്, പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ഊർജ വകുപ്പ്. ഇതെല്ലാം എഴുതി പഠിക്കുക കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് ഉറപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ പോയിന്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യം, അതുപോലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ഊർജ വകുപ്പ്. ഇതെല്ലാം പ്രഹ്ലാദ് ജോഷിയാണ്. അടുത്ത ജുവൽ ഓറം വെറൈറ്റി പേരല്ലേ. ജുവൽ ഓറം ഗോത്രകാര്യ വകുപ്പ് മന്ത്രിയാണ് ജുവൽ ഓറം എന്ന് പഠിച്ചു വെക്കാം. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ് ആണ്. നമ്മുടെ പ്രേമം സിനിമയ്ക്കകത്ത് ഗിരിരാജൻ കോഴി എന്നൊക്കെ പറഞ്ഞ അല്ലെ, അതിലെ കാണിക്കുന്ന കഥാപാത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ പ്രാവശ്യം അദ്ദേഹം വരുമ്പോൾ പ്രത്യേക തരം ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് വരുന്നുണ്ട് അല്ലെ. ഗിരിരാജൻ പലതരം വേഷങ്ങളിലാണ് അദ്ദേഹം വരുന്നത്. സോ ടെക്സ്റ്റൈൽസ് അല്ലെ, ടെക്സ്റ്റൈൽസ് ആണ് അദ്ദേഹത്തിന്റെ വകുപ്പ്. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് വകുപ്പ്. അടുത്ത അശ്വിനി വൈഷ്ണവ്. ഈ അടുത്തുകൂടി ചോദിച്ച ഒരു ചോദ്യമാണ്. അശ്വിനി വൈഷ്ണവിന്റെ വകുപ്പ് ഏതൊക്കെയാ? റെയിൽവേ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെയിൽവേ, അശ്വിനി വൈഷ്ണവ്, റെയിൽവേ ഉണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വകുപ്പുണ്ട്, വാർത്താവിതരണം ചോദിക്കാൻ സാധ്യതയുള്ള വകുപ്പാണ്. PSCക്ക് ഇഷ്ടമുള്ള ഒരു വകുപ്പാണ് വാർത്താ വിതരണം. പഠിച്ചു വെച്ചാൽ വാർത്താ വിനിമയം അല്ല കേട്ടോ, വാർത്താ വിതരണമാണ്, ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. വാർത്താ വിതരണം. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും പണ്ട് ചോദിക്കാറുള്ള വകുപ്പാണ്. 3 വകുപ്പും ചോദിക്കാൻ സാധ്യതയുണ്ട്. റെയിൽവേ, വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. അപ്പൊ വാർത്താ വിതരണമാണ്, വാർത്താ വിനിമയമല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. സോ വാർത്താ വിനിമയ വകുപ്പ് മന്ത്രി ആരാ? അതാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. വാർത്താ വിനിമയ വകുപ്പ് മന്ത്രിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. മാത്രമല്ല വടക്കു കിഴക്കൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ചുമതലയും അദ്ദേഹത്തിനുണ്ട്. വടക്കു കിഴക്കൻ മേഖല വികസനം ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ. അടുത്ത ഭൂപേന്ദ്ര യാദവ്. ഭൂ എന്ന് പറയുമ്പോൾ ഭൂമി അല്ലെ. ഭൂ എന്ന് പറയുമ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് പരിസ്ഥിതി, വനം, കാലാവസ്ഥ. വ്യതിയാനം. ഇത് ആരുടെയാ? ഭൂമി അല്ലെ, ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഭൂപേന്ദ്ര യാദവ് ആണ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ആന അല്ലെ. ഗജേന്ദ്ര സിംഗ് എന്ന് പറയുമ്പോൾ ആനയെ കുറിച്ച് ഓർക്കുക. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ആന എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരവും ടൂറിസവും ആലോചിക്കുക. ടൂറിസം വകുപ്പും അതുപോലെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മൃഗമാണ് ആന അല്ലെ. സോ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും. അന്നപൂർണ ദേവി ഓൾറെഡി നമ്മൾ പഠിച്ചു. വനിതാ ശിശു വികസനം വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹർദീപ് സിംഗ് പുരി അല്ലെ. പുരി കഴിക്കുന്ന പുരി അല്ല കേട്ടോ, പുരി അല്ലെ. അത് പെട്രോളിയത്തിന്റെ
പ്രകൃതി എന്ന് പറയുമ്പോൾ പായുരായും കൂടി ചേർന്നു അല്ലെ, പ്രകൃതി. അപ്പൊ പ്രകൃതിവാതകം, പെട്രോളിയം പ്രകൃതിവാതകം പുരിയാണെന്ന് പഠിച്ചു വെക്കാം. പുരി, പെട്രോളിയം പ്രകൃതിവാതകം പുരി. ഒന്നുകൂടി പറഞ്ഞേ, നിങ്ങൾ 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കി, സുഖമായിട്ട് കിട്ടും. പെട്രോളിയം പ്രകൃതിവാതകം പുരി, പെട്രോളിയം പ്രകൃതിവാതകം പുരി, പെട്രോളിയം പ്രകൃതിവാതകം പുരി. ഏത് പുരി? ഹർദീപ് സിംഗ് പുരി, ഹർദീപ് സിംഗ് പുരി. ഓക്കെ അല്ലേ? അടുത്തത് കിരൺ റിജിജു. കിരൺ റിജിജുവിനെ കുറിച്ച് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് PSC ചോദിച്ചിട്ടുണ്ട്. സോ കിരൺ റിജിജു ന്യൂനപക്ഷ കാര്യം, പാർലമെന്ററി കാര്യം, ഇപ്പോഴത്തെ വകുപ്പുകൾ ഏതൊക്കെയാ? ന്യൂനപക്ഷ കാര്യവും പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ കാര്യവുമാണ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ, കായികം, യുവജനകാര്യം. തൊഴിൽ, കായികം, യുവജനം. മനസ്സിന് സുഖം വേണം അല്ലെ, മനസ്സിന് സുഖം വേണം. എന്ത് വേണം? മനസ്സിന് സുഖം വേണമെങ്കിൽ തൊഴിൽ ചെയ്യണം. പൈസ വേണ്ടേ? മാത്രം മതിയോ? മനസ്സിന് സുഖം കിട്ടാൻ തൊഴിൽ മാത്രം ചെയ്താൽ മതിയോ? നമുക്ക് കായികം വേണം, യുവജനകാര്യം വേണം അല്ലെ. നമ്മൾ യൂത്ത് ആയിട്ടിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സിലൊക്കെ ഇറങ്ങണം. അപ്പൊ അതെല്ലാം നമുക്ക് മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങൾ അല്ലെ. സോ മൻസുഖ മാണ്ഡവ്യ തൊഴിൽ, കായികം, യുവജനകാര്യ വകുപ്പ് മന്ത്രി. അടുത്ത ജി കിഷൻ റെഡ്ഡി കൽക്കരി വകുപ്പ്, ഖനന വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട വേറെ വകുപ്പുകൾ ഉണ്ടായിരുന്നല്ലോ കുറച്ചുണ്ട്. അത് പെട്രോളിയം പ്രകൃതിവാതകം. ഓർമ്മയുണ്ടോ ആരുടെയാ? പെട്രോളിയം പ്രകൃതിവാതകം പുരി, ഹർദീപ് സിംഗ് പുരി അല്ലെ. പെട്രോളിയം പ്രകൃതിവാതകം. അതുപോലെയുള്ള മറ്റു വകുപ്പാണ് നമ്മുടെ കൽക്കരി വകുപ്പ്, ഖനന വകുപ്പ്. മാറരുത്. ജി കിഷൻ റെഡ്ഡിയാണ്. ജി കിഷൻ എന്ന് പറയുന്നത് കൽക്കരിയാണ്. ജി കിഷൻ റെഡ്ഡി കൽക്കരി, അതുപോലെ ഖനന വകുപ്പ്. എന്ന് പറയുന്നത് കൽക്കരിയും ഖനനവും, രണ്ട് കാഖ എന്നുള്ള രീതിയിൽ തന്നെ രണ്ട് കായാണെങ്കിൽ തൽക്കാലം കിഷൻ റെഡ്ഡിയിലെ കായായിട്ട് കണക്കാക്കുക. ജി കിഷൻ റെഡ്ഡി കൽക്കരിയും ഖനനവും. ചിരാഗ് പസ്വാൻ പഠിച്ചു വെക്കുക, ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി, ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി. ഓക്കെ, ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ചിരാഗ് പസ്വാൻ. അതുപോലെ CR പാട്ടീൽ ജൽശക്തി വകുപ്പ്. ജൽശക്തി വകുപ്പ് എന്ന് പറയുന്നത് 2019 വന്ന വകുപ്പാണ്, നിങ്ങൾക്കറിയാം. നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഗംഗ റിജുവിനേഷൻ മിനിസ്ട്രിയും അതുപോലെ വാട്ടർ റിസോഴ്സിന്റെ മിനിസ്ട്രി എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ചുണ്ടാക്കിയ ഒരു പുതിയ മിനിസ്ട്രി ആയിരുന്നു ജൽശക്തി മിനിസ്ട്രി. ആ ഒരു ജൽശക്തി മിനിസ്ട്രി ഇപ്രാവശ്യം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ വകുപ്പ് മന്ത്രി ആരാണ്? CR പാട്ടീലാണ്. ഇത്രയാണ് നമ്മുടെ ക്യാബിനറ്റ് മന്ത്രിമാർ. ഇനി ഇതിനകത്ത് ലോക്സഭയുമായി ബന്ധപ്പെട്ട് 2-3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2-3 പോയിന്റ് പറഞ്ഞുതരാം. പ്രതിപക്ഷ നേതാവ് ആരാണ്? ഉത്തർപ്രദേശിലെ നമ്മുടെ റായ്ബറേലിയിൽ നിന്നും ജയിച്ചു വന്ന, അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ നിന്നും ജയിച്ചു, പക്ഷെ റായ്ബറേലിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലമായിട്ട് തെരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധി അല്ലെ. അതുപോലെ തന്നെ സ്പീക്കർ ആയിട്ടുള്ള ആരാ? ഓം ബിർളയാണ്. ഓം ബിർള ഏത് മണ്ഡലമാണ്? രാജസ്ഥാനിലെ കോട്ട എന്ന മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന വ്യക്തിയാണ് ഓം ബിർള. അതുപോലെ തന്നെ നമ്മുടെ പ്രോടൈം സ്പീക്കറായിട്ട് സ്പീക്കർ സ്ഥാനം എടുക്കുന്നതിന് മുമ്പ് ആദ്യ സഭയിലെ നമ്മുടെ സഭയെ കൈകാര്യം ചെയ്യുന്ന, അഭിസംബോധന ചെയ്യുന്ന വ്യക്തിയാണ് ആര്? പ്രോടൈം സ്പീക്കർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതല്ല നിങ്ങൾക്കറിയാം അല്ലെ. സോ ആ പ്രോടൈം സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്ത ഇപ്രാവശ്യം ആരെയായിരുന്നു? ഭർതൃഹരി മെഹ്താബ് ആണ്. ഭർതൃഹരി മെഹ്താബ് ആണ്. ഒഡീഷയിലെ കട്ടക്കാണ് അവരുടെ മണ്ഡലം, ഒഡീഷയിലെ കട്ടക്ക്. ഇനി നമ്മൾ മറക്കാൻ പാടില്ല, നമ്മുടെ മലയാളികളുണ്ട്, 2 പേരുണ്ട്. ഒരാളെ പെട്ടെന്ന് ഓർമ്മ വന്നു, സുരേഷ് ഗോപി അല്ലെ. രണ്ടാമത്തെ ആളാരാ? യെസ്, 2 പേരുണ്ട്. ഒന്ന് ജോർജ് കുര്യൻ, 2 സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ ഇവര് സഹമന്ത്രിമാരാണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ചാർജുള്ള സഹമന്ത്രിമാരോ അല്ല, മറ്റു സഹമന്ത്രിമാരിൽ പെടുന്നതാണ്. അപ്പോൾ ഇവർക്കെല്ലാം പ്രധാനപ്പെട്ട ഒരു മന്ത്രി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇവരുടെ മെയിൻ മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ പെട്രോളിയം പ്രകൃതിവാതകവും ടൂറിസവുമാണ്. പെട്രോളിയം പ്രകൃതിവാതകം ഓർമ്മയുണ്ടോ? പെട്രോളിയം പ്രകൃതി പുരി, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു അല്ലെ, ഹർദീപ് സിംഗ് പുരി. പെട്രോളിയം പ്രകൃതിവാതകത്തിന്റെയും മന്ത്രി ആരാ? ക്യാബിനറ്റ് മന്ത്രി ആരാ? ഹർദീപ് സിംഗ് പുരി. അദ്ദേഹത്തിന്റെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. മാത്രമല്ല ടൂറിസം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസ്കാരവും ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിയാണ് ആര്? ആന. അപ്പൊ ആനയുമായി ബന്ധപ്പെട്ട ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അല്ലെ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആയിരുന്നു ക്യാബിനറ്റ് മിനിസ്റ്റർ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇനി ജോർജ് കുര്യന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ്. നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മത്സ്യബന്ധനവും ക്ഷീരവകുപ്പും, അതുപോലെ മൃഗങ്ങളെ നോക്കാൻ പോണം. ഒരുപാട് പണിയുള്ള ആള് ആരാ? ഓർമ്മയുണ്ടാവും. വലിയൊരു പേര്, എന്നിട്ട് 2 പേര് അല്ലെ, ലാൽ അല്ലെ. ആരാ? ഓർമ്മയുണ്ടോ? നമ്മൾ മറ്റേ സാഗറിലെ ജാക്കിയുടെ പേരൊക്കെ പറഞ്ഞില്ലേ? ആരായിരുന്നു അദ്ദേഹം? രാജീവ് രഞ്ജൻ സിംഗ് ലാലൻ സിംഗ് അല്ലെ. രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലാലൻ സിംഗ്. ഇദ്ദേഹത്തിന്റെ വകുപ്പായിരുന്നു മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ് തുടങ്ങിയിട്ടുള്ളവ. ഇത് തന്നെയാണ് നമ്മുടെ ജോർജ് കുര്യന്റെ. കൂടാതെ ന്യൂനപക്ഷ വകുപ്പിന്റെ സഹമന്ത്രിയും കൂടി ഈ ജോർജ് കുര്യനാണ്. സോ ഇത്രയുമാണ് PSC പരീക്ഷകളിൽ ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്.
ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്യുക. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സീരിയസ്നെസ്സോടുകൂടി തന്നെ പഠിക്കുക. ഇനിയുള്ള ഏത് പരീക്ഷകളിലും ഇതിലേതെങ്കിലും എല്ലാം പേരുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.